അപ്പോൾ ഇനി ഞാൻ എന്തിനാണ് ലൈവിൽ വന്നതെന്ന് പറയാം. നിങ്ങൾ അറിയാം, എല്ലാവർക്കും കണ്ടാണ് ഫ്ളാറ്റിന്റെ പാലുകാച്ചും മറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 4-5 കുറച്ച് ഏകദേശം 2 ആഴ്ചയോളം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പൊതുവെ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറച്ച് ഒന്ന് ഒതുങ്ങാനൊക്കെ സമയമായി. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് നീങ്ങാനുള്ള സമയമൊക്കെ ആയി എന്ന് ആദ്യമേ അറിയിക്കുന്നു. പിന്നെ 2, ഒരുപാട് മെസ്സേജുകളും ഒരുപാട് ടാഗുകളും, അതായത് ഒരു പർട്ടിക്കുലർ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പലരും. അപ്പോൾ ഓരോരുത്തർക്കും മറുപടി കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് പബ്ലിക്കായിട്ട് തന്നെ അതിനുള്ള മറുപടി പറയാൻ. കാര്യം പബ്ലിക്കായിട്ട് മറുപടി പറയേണ്ട ഒരു വിഷയം കൂടിയാണത്. അതായത് ബിഗ് ബോസ് ഹൗസിൽ നടന്ന ഒരു ഫിസിക്കൽ അസാൾട്ടുമായി ബന്ധപ്പെട്ട് റോക്കി സിജോയെ ഇടിച്ച വിഷയവും തുടർന്ന് അതിനെ തുടർന്ന് പുറത്ത് അതിനെ കൊടുക്കുന്ന ചില സപ്പോർട്ടുകൾ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് എന്നെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നൊക്കെയുള്ള അത്തരം ചർച്ചകളും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നടക്കുകയും ഒരുപാട് ആൾക്കാർ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് മെസ്സേജ് ഇടുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് എല്ലാവരുടെയും പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരാളെ കയ്യേറ്റം ചെയ്യുക, അതായത് നമ്മൾ ഒരാളെ അടിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശിക്ഷാർഹമായ കുറ്റമാണ്. അത് ബിഗ് ബോസ് ഹൗസിനകത്തായാലും നമ്മുടെ ഈ കേരളത്തിനുള്ളിൽ നിന്നുകൊണ്ടായാലും അതായത് അതായത് ഒരാളെ അടിക്കുക എന്ന് പറഞ്ഞാൽ 324 IPC 324 പ്രകാരം കേസെടുക്കാം, 323 പ്രകാരം കേസെടുക്കാം. ഈ രണ്ട് അടിക്കും, അതായത് ഈ 2 രീതിയിൽ ഒരാളെ കാര്യമായിട്ട് അടിച്ചാലും എന്താ പറയാ കേസെടുക്കാം, ജാമ്യം കിട്ടും, സ്റ്റേഷനിൽ ജാമ്യം കിട്ടും. കുറച്ചുകൂടെ ഗൗരവകരമായിട്ടുള്ള ഒരു അടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജാമ്യം കിട്ടത്തില്ല. സൺറൂഫ് എനിക്ക് ഒരു സെക്കൻഡ്, ഇതൊന്നും തുറന്നു പോരെ, വെട്ടം കിട്ടിയോ? ഇടയ്ക്ക് അപ്പൊ ഇനി വിഷയം അപ്പൊ റോക്കി സിജോയെ അടിച്ച വിഷയത്തിൽ യഥാർത്ഥത്തിൽ 326 എന്ന വകുപ്പ് പ്രകാരം കേസെടുക്കാൻ പറ്റുന്ന ഒരു ഗൗരവകരമായ ഒരു കുറ്റമാണത്. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. അത്രയും ഗൗരവകരമായ ഒരു കുറ്റം ചെയ്ത ഒരാളെ ഷോയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നത് ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇനി അവിടെ ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ ചോദിച്ചു കുറെ ആൾക്കാർ, ഞാനായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടി മേടിക്കുക എന്ന് പറയുന്നതാണ് ബുദ്ധി എന്നേ നമ്മളൊക്കെ ചിന്തിക്കത്തുള്ളൂ. കാര്യം ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ഷോ അല്ല, മനുഷ്യരുടെ ഷോ ആണ്. അവിടെ തലച്ചോറാണ് പ്രവർത്തിക്കേണ്ടത്, മനസാന്നിധ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത്. അപ്പൊ എവിടെ എന്ത് എന്നുള്ളതിടത്താണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്, അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യമാണ് എല്ലാ മത്സരാർത്ഥികൾക്കും ഉണ്ടാകേണ്ടത്. അതിലുപരി ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ കൂടിയാണ് എന്നുള്ളൊരു ബോധ്യം കൂടി വേണം. ഇവിടെ മുന്നോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഒരാളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് പല ആൾക്കാർക്കും പല രീതിയിലുള്ള തന്ത്രങ്ങളും നമുക്കെതിരെ പയറ്റാം. ഇപ്പം കഴിഞ്ഞ സീസണിലെ തുടക്കത്തിൽ സാഗർ എനിക്കെതിരെ ശക്തമായ രീതിയിൽ എന്തെല്ലാം പ്രൊവോക്കേഷൻസ് നടത്തി. ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അവൻ എന്നെ പിടിച്ച് തള്ളി. സത്യമല്ല, എന്നെ പിടിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറയുകയും ചെയ്തു. പുറത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉപദ്രവിച്ചേനെ എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ പോയി ഇരിക്കുകയാണ് ചെയ്തത്. അതാണ് കഴിഞ്ഞ ഈസ്റ്റർ ദിവസം, ഏകദേശം ഈ ഒരു ടൈമിംഗാണ് ഇപ്പോൾ ഈസ്റ്റർ വരാൻ പോകുന്നു. അപ്പോൾ പിന്നീട് സാഗറും ഞാനും തമ്മിൽ പലവിധ പ്രൊവോക്കേഷൻസ് ഉണ്ടായി. അപ്പോഴൊക്കെ ഞാൻ സാഗറിനോട് തമാശ രൂപേണ പറഞ്ഞു കഴിഞ്ഞാൽ, തമാശയിലെ ദേഷ്യപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇമാതിരി തെണ്ടികളെ ഞാൻ തല്ലാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ ഞാൻ ബ്ലോക്ക് ചെയ്യാണ് ചെയ്തത്. പിന്നീട് ജുനൈസ് ആവർത്തിച്ച് ഏതെല്ലാം രീതിയിൽ പ്രൊവോക്കേഷൻസ് ചെയ്തു, ജയിലിൽ വെച്ചിട്ട് അത് ശക്തമായ രീതിയിൽ പ്രൊവോക്ക് ചെയ്തു. അപ്പോൾ ഈ സമയത്തൊക്കെ തന്നെ നമ്മൾ നമ്മുടെ മനസാന്നിധ്യം വിടാതിരിക്കുക. കാരണം നമ്മൾ നിൽക്കുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. പിന്നെ 2, ഇനി തല്ലി ജയിക്കുന്ന ഒരു ഷോ ആയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ സീസണിൽ മിഥുൻ ജയിച്ചേനെ. കാര്യം മിഥുൻ ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഫൈറ്ററാണ്. അവിടെയാണ് നമ്മൾ ഈ മിഥുനൊക്കെ റെസ്പെക്ട് കൊടുക്കേണ്ടത്. അപ്പം ഒരാളെ പോലും ഫിസിക്കലി ഉപദ്രവിക്കാതെ ആ ഷോയിൽ പരമാവധി പിടിച്ചു നിന്ന മിഥുന് അവന്റെ മനസാന്നിധ്യം കൊണ്ടാണ്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് മറ്റൊരാളെ ഉപദ്രവിക്കണമെന്ന് തോന്നുന്ന മൊമെന്റിൽ ഉപദ്രവിക്കാം. അപ്പം ഈ തല്ലി ജയിക്കുന്ന ഷോ അല്ല. അതുകൊണ്ട് ഈ ടോക്സിസിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്